Another question, minimize. Z is equal to minus 3x plus 4y subject to the condition x plus 2y less than or equal to 8, 3x plus 2y less than or equal to 12, x comma y greater than or equal to 0. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ് എഴുതിയിട്ടേക്കുക, z is equal to minus 3x plus 4y. പിന്നെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് x plus 2y less than or equal to 8, 3x plus 2y less than or equal to 12, comma x greater than or equal to 0, y greater than or equal to 0. നമ്മൾ ഇനി ടേബിൾ തയ്യാറാക്കണം. ആദ്യത്തെ x plus 2y is equal to 8. അപ്പൊ നമ്മൾ ആദ്യം x y എന്ന് എഴുതുന്നു. x y നമ്മൾ x-ന് 0 കൊടുക്കുമ്പോൾ 0 plus 2y is equal to 8. But 2y 8, y 8 by 2 4. 2y 8 y 8 by 2 4. അടുത്ത y-ക്ക് 0 കൊടുക്കുമ്പോൾ x plus 2 into 0 is equal to 8. അപ്പൊ x is equal to 8. അടുത്ത കോളം 3x plus 2y is equal to 12. അപ്പം അതിന്റെ ടേബിൾ തയ്യാറാക്കാം. x y നമ്മൾ അപ്പൊ x-ന് 0 കൊടുക്കുമ്പോൾ 3 into 0 plus 2y is equal to 12, 2y 12, y 12 by 2 6. തിരിച്ചു y-ക്ക് 0 കൊടുക്കുമ്പോൾ 3x plus 2 into 0 is equal to 12, 3x 12, x is equal to 12 by 3 4. നമ്മൾ x ആക്സിസ് y ആക്സിസ് വരയ്ക്കുന്നു. x ആക്സിസ് y ആക്സിസ് നമ്മൾ വരയ്ക്കുന്നു. x ആക്സിസ് y ആക്സിസ് ചരിയരുത്, നേരെ വരയ്ക്കുക. നമ്മൾ ബോർഡിലാകുമ്പോൾ അങ്ങനെ ചെറിയ ചെരിവൊക്കെ വരും. x x ഡാഷ് y y ഡാഷ് 0. അപ്പം നമുക്ക് 8 ഒക്കെ 2 4 6 എടുക്കാം. 2 4 6 8 10. എടുത്തോട്ട് -2 എല്ലാം അതുപോലെ തന്നെയാണ്. -4 -6 -2 -4 2 4 6 8 10 12 14 അങ്ങനെ കിടക്കട്ടെ. 0യുടെ നേരെ 4. x ആക്സിസിൽ വേണം ആദ്യം 0. x കോർഡിനേറ്റ് എപ്പോഴും x ആക്സിസിലും y കോർഡിനേറ്റ് y ആക്സിസിലും നോക്കണം. 0യുടെ നേരെ 4 എന്ന് പറയുമ്പോൾ 0 4 ഇവിടെ, 8 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് ചെയ്യാം. അപ്പം x plus 2y is equal to 8. 0 6, 0യുടെ നേരെ 6, 4 0 ഇവിടെ വരും. x plus 2y is equal to 12. ഇനി എങ്ങോട്ടാണ് റീജിയൻ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യാം. എങ്ങോട്ടാണ് നമുക്ക് റീജിയൻ വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളുക. നമ്മൾ ആദ്യത്തെ ലൈൻ എന്ന് പറയുമ്പോൾ x plus 2y less than 8. അപ്പൊ x plus 2y less than 8. കാരണം ഈ ഓറിക്കൽറ്റിന്റെ ഇസിക്കൽ ടു സൈൻ എടുക്കല്ലേ. റീജിയൻ എങ്ങോട്ടാ വരുന്നത് വരുമ്പോൾ അത് മാത്രമേ എടുക്കാവൂ. സിമ്പിൾ മാത്രം ലെസ് ദാനോ ഗ്രേറ്റർ ദാൻ മാത്രം സിമ്പിളേ എടുക്കാവൂ. അതെടുത്തു. നമ്മളിപ്പം ഇതാണ് ഇപ്പൊ താഴോട്ട് വരുന്നത് 0 0 ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ടാണ് വരുന്നത് നമ്മൾ സങ്കല്പിക്കുക. വി അസ്യൂം ദാറ്റ് 0 0 ഈസ് എ പോയിന്റ് ഓൺ ദി റീജിയൻ. റീജിയനിലെ പോയിന്റ് ആണ് 0 0 നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പം x-ന് 0 കൊടുക്കുന്നു, y-ക്ക് 0 കൊടുക്കുന്നു. അപ്പൊ 0 plus 2 into 0 less than 8, 0 less than 8, it is true. ഇത് ട്രൂ ആണ്. കാരണം 8-നേക്കാൾ ചെറുതാണ് 0, 0 ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 0 8-നേക്കാൾ ചെറുതാണ് 0, ഇറ്റ് ഈസ് ട്രൂ. അപ്പം 0 0 is a point on the region. അപ്പൊ സൊല്യൂഷൻസ് ഓഫ് ഇൻഇക്വാളിറ്റി ലൈ ഓൺ ലോവർ ഹാഫ് പ്ലെയിൻ. താഴേക്ക് വരുന്നു. ആ 0 0 ഉൾപ്പെടുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴേക്ക് വരും.
കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴേക്ക് വരും, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് അപ്പർ ഹാഫ് പ്ലെയിനിലേക്ക് പോകും. അടുത്ത കണ്ടീഷൻ 3x + 2y <12. ഈ കണ്ടീഷൻ അവിടെ നമ്മൾ ഇത്ര എഴുതണമെന്ന് നമ്മൾ ആ 00 ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് തന്നെ വരുന്നു എന്ന് പറയുന്നു. 00 is we assume that 00 is a point on the region. അപ്പം എക്സിന് 0 കൊടുക്കുക, വൈക്ക് 0. അപ്പൊ 3 × 0 + 2 × 0 <12. അപ്പൊ 0 <12. അതും കണ്ടീഷൻ ശരിയാ, 12നേക്കാൾ ചെറുതാണ് 0. ഇറ്റ് ഈസ് ട്രൂ. അപ്പൊ സൊല്യൂഷൻസ് ഓഫ് ഇൻഇക്വാളിറ്റി ലൈ ഓൺ ലോവർ ഹാഫ് പ്ലെയിൻ. താഴേക്ക് വരും, ലോവർ ഹാഫ് പ്ലെയിൻ താഴേക്ക്, ലോവർ ഹാഫ് പ്ലെയിൻ താഴേക്ക് വരും. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇങ്ങോട്ട് വരും. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി, രണ്ടും ഓവർലാപ്പ് ചെയ്യണം. കണ്ടോ, ഈ ലൈൻ ഇങ്ങോട്ട് വരുന്നു, ഈ ലൈൻ ഇങ്ങോട്ട്. അപ്പൊ ഈ ഭാഗം വരത്തില്ല, കാരണം ഈ ഭാഗത്ത് ഈ ലൈൻ ഇങ്ങോട്ടാണ്, പക്ഷെ ഈ ലൈൻ്റെ അടുത്ത് താഴോട്ടേ വരുന്നുള്ളൂ. ഈ ഭാഗം വരത്തില്ല, കാരണം ഈ ലൈൻ താഴോട്ടാണെങ്കിലും ഈ ലൈൻ ഇങ്ങോട്ടാണെങ്കിലും ഇവിടെ വരത്തുള്ളൂ, താഴോട്ടാണ്. അപ്പൊ എല്ലാം കൂടെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം ഇത്രയും ഭാഗമാണ്. അപ്പൊ എഴുതുക, റിക്വയർഡ് സൊല്യൂഷൻസ് ഓഫ് ഇൻഇക്വാളിറ്റി ലൈ ഓൺ ഷെയ്ഡഡ് റീജിയൻ. റിക്വയർഡ് സൊല്യൂഷൻസ് ഓഫ് ഇൻഇക്വാളിറ്റി ലൈ ഓൺ ഷെയ്ഡഡ് റീജിയൻ. റിക്വയർഡ് സൊല്യൂഷൻസ് ഓഫ് ഇൻഇക്വാളിറ്റി ലൈ ഓൺ ഷെയ്ഡ്. കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻസ് ഓഫ് ഇൻഇക്വാളിറ്റി എക്സിന്റെ മേലെ വിലക്കെടുക്കുന്ന ആ ഷെയ്ഡഡ് റീജിയനിലാണ്. അപ്പൊ നമ്മൾ കോർണർ പോയിന്റ്സ് വാല്യൂ ഓഫ് ഇസഡ് ടേബിൾ തയ്യാറാക്കാം. കോർണർ പോയിന്റ്സ് വാല്യൂ ഓഫ് ഇസഡ്. കോർണർ പോയിന്റ്സ് വാല്യൂ ഓഫ് ഇസഡ്. ഇസഡിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? തന്നിരിക്കുന്നത് z is equal to -3x + 4y ആണ്. z is equal to -3x + 4y. അപ്പൊ നമ്മൾ ആദ്യം ഒറിജിൻ 0 ആണ്. ഒറിജിന്റെ ഇവിടെ 0 ഇവിടെ a എന്ന് പറഞ്ഞാൽ 4 a is equal to 4. കാരണം x ആക്സിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും. പിന്നെ ഈ പോയിന്റ് b കണ്ടുപിടിക്കണം. c അറിയാം, c 0 4. b കണ്ടുപിടിക്കണം. c എന്ന് പറഞ്ഞാൽ 0യുടെ നേരെ 4. കാരണം y ആക്സിസിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ x കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. ഏതായാലും ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനോട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ്. ഈ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോലെ. അപ്പൊ ആ രണ്ട് ലൈനോട് നമുക്ക് സോൾവ് ചെയ്യണം. രണ്ട് ലൈനോട് എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 3x പ്ലസ് ആദ്യത്തെ ഇക്വേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് x + 2y = 8. x + 2y = 8 ആണ് ഇക്വേഷൻ 1. രണ്ടാമത്തെ 3x + 2y = 12 ഇക്വേഷൻ 2 അല്ലേ? x + 2y = 8 3x + 2y വളരെ എളുപ്പമാണ്. ഇവിടെ y യുടെ ടേം സെയിം ആണ്. 1ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യാം. -2x = -4. ചെറിയ നമ്പർ വലിയ നമ്പർ ഓർക്കുന്നത്. -2x = -4. x = -4/-2. x = 2. എക്സിന്റെ വാല്യൂ 2. അടുത്ത എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇക്വേഷൻ 1ൽ കൊടുക്കാം. പുട്ട് എക്സ് ഇൻ ഇക്വേഷൻ 1 or 2 1ലോ 2ലോ കൊടുക്കുമ്പോൾ y കിട്ടും. അപ്പം 2 + 2y = 8. 2y 8 - 2. 2y 6. y = 6/2 3. കണ്ടോ, 2 3 പോയിന്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് 2. ഇനി ആ വാല്യൂസ് കൊടുത്താട്ട് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇസഡിന്റെ എല്ലാ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കാം. ഈ പോയിന്റ് കൊടുത്ത് ഇസഡ് എന്ന് പറഞ്ഞാൽ -3x + 4y ആണ്. -3x + 4y ആണ്. അപ്പൊ ആദ്യം ഇസഡ് 0 കൊടുക്കുമ്പോൾ 0, എക്സും 0 വൈയും 0. അടുത്ത എക്സിന് 4 കൊടുക്കുമ്പോൾ -3 × 4 + 4 × 0. അപ്പൊ -12. എക്സിന് 2 കൊടുക്കും. അപ്പം z = -3 × 2 + 4 × 3. അപ്പൊ -6 + 12 that is equal to 6. എക്സിന് 6. അടുത്ത എക്സിന് 0 വൈക്ക് 4 ഇവിടെ കൊടുക്കുക. അപ്പം z = -3 × 0 + 4 × വൈയുടെ വാല്യൂ 3. -3 × 0 + വൈയുടെ സ്ഥാനത്ത് 4. അപ്പം 0 + 12 that is equal to 12. നമുക്ക് മിനിമൈസ് ആ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ മിനിമം വാല്യൂ ഓഫ് ഇസഡ് 0 ആണ് അല്ലെ? മിനിമൈസ് -3x. അപ്പൊ മിനിമം വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാല്
മിനിമം വാല്യൂ ഓഫ് ഇസഡ് 0 അറ്റ് ദ പോയിന്റ് 0 പക്ഷെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ 12 ആണ് അറ്റ് ദ പോയിന്റ് 04. ഇത് മിനിമൈസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇസഡ് ഇസിക്കൽ ടു -3 ബാക്കി x പ്ലസ് 2y ഇസിക്കൽ ടു 8 3x പ്ലസ് 2y അല്ലേ? ഓക്കെ. അപ്പം ഏറ്റവും മിനിമം വാല്യൂ 0 അറ്റ് ദ പോയിന്റ് 00. പക്ഷെ മാക്സിമം വാല്യൂ എഴുതുവാണെങ്കിൽ മാക്സിമം വാല്യൂ 12 അല്ല മിനിമം വാല്യൂ മിനിമം വാല്യൂ 0 അല്ല മിനിമം വാല്യൂ -12. ഏറ്റവും ചെറിയ വാല്യൂ മൈനസ് അല്ല കേട്ടോ. ഓക്കെ. മിനിമം വാല്യൂ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇസഡ് ഇസിക്കൽ ടു -12. ഏറ്റവും ചെറിയ വാല്യൂ മൈനസ് ആണ്, 0യേക്കാൾ ചെറിയ വാല്യൂ അറ്റ് ദ പോയിന്റ് 47. ഇനി മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞാൽ മാക്സിമം വാല്യൂ 12 അറ്റ് ദ പോയിന്റ് 04. ഓക്കെ.